സോ ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തേരാപ്പാരിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നെതറിലോട്ട് പോകുമ്പോഴാണ്. നെതറിലോട്ട് ജസ്റ്റ് പോയി അവിടെ എന്തൊക്കെ സംഭവങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരും. അതിനുശേഷമുള്ള എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മൾ ലൈവ് സ്ട്രീമിൽ അവിടെ പോയി ബ്ലേസിംഗ് കളക്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അതിനുശേഷം നെതറിൽ പോയി അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലോറുകളൊക്കെ ചെയ്യണം. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ അപ്പം നമുക്ക് ഇപ്പോൾ പോർട്ടൽ ഉണ്ടാക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ ഡയമണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള ഏക വഴി എന്ന് വെച്ചാൽ നമുക്കൊരു ലാവയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി അവിടെ റൂയിൻ പോർട്ടൽ ഉണ്ട്. അവിടെ റൂയിൻ പോർട്ടൽ ഒരു ക്രൈം ഒബ്സിഡിയൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ലൈവ് കയറിയപ്പോൾ ആ ക്രൈം ഒബ്സിഡിയൻ നമ്മൾ ഈ അയൺ പിക്കാക്സ് വെച്ചാണ് നമ്മൾ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഏകദേശം ഒരു 3-4 ബക്കറ്റ് ഒക്കെ, ഐ തിങ്ക് 3 ബക്കറ്റ് ലാവയും കാര്യങ്ങളൊക്കെ വേണം. സോ അതെന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് 3 ബക്കറ്റ് ലാവ ഉണ്ട്. ഒരു ബക്കറ്റ് ഞാൻ എക്സ്ട്രാ അവിടുത്തെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഐ മീൻ എക്സ്ട്രാ അല്ല, ഇപ്പൊ പോയി എടുത്തോണ്ട് വന്നായിരുന്നു. നമ്മുടെ വില്ലേജിന്റെ അടുത്ത് പോയിട്ട് അതിന്റെ ബാക്കി പത്രമാണ് നിങ്ങൾ കാണുന്ന. ഇപ്പൊ എന്റെ ഇത് കണ്ടോ, ഇപ്പൊ അത് ഫുള്ളായി. നമ്മുടെ ലൈഫും കാലം കുറച്ച് സ്റ്റാർട്ടിങ് കുറഞ്ഞിരുന്നതാണ് കേട്ടോ. ഉള്ള അട്ടിയൊക്കെ കിട്ടി, തോലഞ്ഞ് ഇല്ലാണ്ടാക്കി. അതുപോലെ നമ്മുടെ ഷീൽഡും കാലൊക്കെ പൊട്ടിപ്പോയി. ഇവിടെ എവിടെയോ ഒരു ഷീൽഡും കാലൊക്കെ എക്സ്ട്രാ ഉണ്ട്. അതിൽ തപ്പണം ഇനി എവിടെയാണെന്ന് അതും കൂടെ എടുത്ത് നമുക്ക് കൈ പിടിക്കാം. സോ നമുക്ക് നേരെ റൂയിൻ പോർട്ടലിൽ എടുത്തോണ്ട് പോകാം കേട്ടോ ഇനി. സോ ഫൈനലി നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒബ്സിഡിയൻ വെക്കണം. ഇവിടെ ഒരു ഒബ്സിഡിയൻ, അതുപോലെ ഇവിടെ 2 ഒബ്സിഡിയൻ. ഓക്കെ, നമുക്ക് 3 എണ്ണം തന്നെ മതിയാവും. 3 ഒബ്സിഡിയൻ വെച്ച് തന്നെ നമുക്ക്, ഐ മീൻ 3 ലാവ ബക്കറ്റ് വെച്ച് തന്നെ നമ്മുടെ പരിപാടി അങ്ങ് തീർക്കും. ഇത് എവിടെ നിന്ന് ഇവന്മാരൊക്കെ പൊത്തുചാടി വരുന്നേ. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞ് ബക്കറ്റ് പോലത്തെ സംഭവം നമുക്ക് ഇവിടെ മുകളിലൊന്ന് പണിയണം. ഞാൻ അതിനു വേണ്ടി എടുത്ത കുറച്ച് ഡെർട്ടാണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊളിച്ച് കളയാൻ എളുപ്പമുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റ് പോലത്തെ സെറ്റപ്പ്. ഓക്കെ, ചെറിയൊരു ബക്കറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇവിടെ ലാവ ഒഴിക്കാം. പെട്ടെന്ന് പോയിട്ട് ഒരു വാട്ടർ ബക്കറ്റ് എടുക്കാം. അതിനുശേഷം ലാവയെ കൊണ്ട് ഒഴിക്കാം, ഒബ്സിഡിയൻ റെഡിയാക്കാം. സോ ഇവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഒബ്സിഡിയൻ ആയി കാണണേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലാവ അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട്. സന്തോഷമുണ്ടേ. നമ്മൾ ചെറുതായിട്ടില്ല വെള്ളം ഒഴിച്ച സ്ഥലം മാറി. ഇപ്പോൾ ഇവിടെ ആയിരുന്നു വെള്ളം ഒഴിക്കാൻ, കണ്ടോ? ഇതുപോലെയാണ് ഒഴിക്കാൻ. ഞാൻ നേരെ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു. നൈസായിട്ട് ആ ഒരു ബക്കറ്റ് ഓഫ് ലാവ നമുക്ക് വെറുതെ വേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെയും കൂടി ഉള്ളൊരു ലാവ വെച്ചിട്ട് ഇവിടെയും കൂടി ഒരു ബക്കറ്റ് സെറ്റപ്പ് റെഡിയാക്കുന്നു. അവിടെ ഞാൻ ഒരു ബക്കറ്റ് റെഡിയാക്കി നമ്മളിലുള്ള ഒരു ലാവ ഇവിടെ ഒഴിക്കുന്നു. ഓക്കെ, അത് ഒബ്സിഡിയനായി കിട്ടി. ഒറ്റൊരു ലാവ നമ്മൾ മിസ്പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇപ്പം തന്നെ പോരാ. ഞാൻ ഇനി എന്തായാലും പോയിട്ട് ഇനി എത്ര ദൂരം പോയിട്ടാണ് ഒരു ലാവ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഈ 3 ലാവ ഉണ്ടാക്കാൻ തന്നെ എന്തോരം കഷ്ടപ്പെട്ടെന്ന് ലൈവ് കണ്ടവർക്കറിയാം. നമ്മൾ ഒരുപാട് തവണ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 3 ബക്കറ്റ് ലാവ ഉണ്ടാക്കിയത്. 2 ബക്കറ്റ് മാത്രമേ ലൈവിലൊന്നും കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും ഒന്ന് നമ്മുടെ ആ ഒരു വില്ലേജിൻ്റെ അടുത്തുള്ള ഒരു റിവീലില്ലേ, കേവ്, അവിടെ പോയി ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു ബക്കറ്റ് ഓഫ് ലാവ കിട്ടി. അപ്പോഴാണ് ഞാൻ ഒന്ന് ജസ്റ്റ് മിസ്, നമ്മുടെ ഷീൽഡൊക്കെ അടിച്ച് അവന്മാർ പൊട്ടിച്ചു. അമ്മാതിരി ബോക്സ് ആയിരുന്നു അതിൻ്റെ അകത്ത്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നായിരുന്നു. ബട്ട് ആ ഒരു പീസ് ഓഫ് ലാവ പോയി. കുഴപ്പമില്ല, അടുത്ത് ലാവ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതുകൂടി ഉണ്ടാക്കാം. സോ ഞാൻ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകും, കുറച്ചൊന്ന് ഒരു 2 ബക്കറ്റ് ലാവ കിട്ടുമെന്ന് നോക്കട്ടെ. ഒന്ന് ലാവ ഒപ്പിച്ച് വെച്ച് വരാം. ഓക്കെ. സോ ഗൈസ്, ഫൈനലി നമ്മുടെ നെതർ പോർട്ടലിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഓഫ് ലാവയും കൂടി ഞാൻ നൈസായിട്ട് പോയിട്ട് നമ്മുടെ വില്ലേജ് സൈഡില്ലേ അവിടെ നിന്ന് തന്നെ അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു കേവിൻ്റെ അകത്ത് കുറച്ചധികം താഴ്ത്തു പോയിട്ട് വന്ന് അവിടെ പോയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് ആ ഒരു നെതർ പോർട്ടൽ ഈ ഗ്ലാസ് വഴി കാണാമെന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു നെതർ പോർട്ടലിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും ടൈം കളയാൻ നേരെ നമുക്ക് നെതറിലോട്ടും കൂടി ഒന്ന് വെച്ച് പിടിക്കണം. സോ അതിന് മുന്നേ ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, നേരെ നെതറിലോട്ട് പോവാ. നെതറിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. സോ അതൊക്കെയാണ് ഇന്ന് നമുക്ക് ബാക്കിയുള്ള പരിപാടി. ഓക്കെ, ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, ഫിൻറ്റ് ആൻഡ് സ്റ്റീൽ നമ്മൾ എടുത്തില്ല. ഒന്നും കൂടി പോയി ഫിൻറ്റ് ആൻഡ് സ്റ്റീൽ കൂടി എടുത്തിട്ട് വരട്ടെ. A few moments later. So guys, finally എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ലൈറ്റ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് നേരെ നമ്മുടെ നെതറിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ഓക്കെ, ഫൈനലി നമ്മൾ നെതറിൽ സ്പോൺ ആയിട്ടുണ്ട്. ഐ തിങ്ക് സോൾ സാൻഡ് വാലി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് ലാവയാണ്. ക്രൗച്ച് ചെയ്ത് പോകാൻ. ഓക്കെ,
ഒരു സോൾ സാൻഡ് വാലിയാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ലാത്തൊരു സ്പോണ്, അത്യാവശ്യം ബോണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുവഴി നടക്കാനായിട്ടാണ്. ഓ പണികിട്ടി പൊക്ക്. ഇപ്പൊ വരും. അച്ഛൻ ഇപ്പൊ ഓരോ സംഭവങ്ങളൊക്കെ പൊട്ടിച്ചു വിടും, വിടരുത്, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇവന്മാരെ തുരത്തുക എന്നുള്ളതാണ്. ഓ അതിന്റെ പേര് ബ്രൂട്ട് എന്നല്ലേ? ഇതിന്റെ അടുത്ത് ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിയാ കിട്ടി. ഐ തിങ്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും സൈസ്. അടുത്ത് തന്നെ ഒരു ചെറിയ ഫോർട്രസും അല്ലെങ്കിൽ ഒരു ക്രിംസൺ ഫോറസ്റ്റ് ഒക്കെ കാണേണ്ടതാണ്. നോക്കാം എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കാം. ഓ ഗൈസ് പണി കിട്ടി. ഇവന്മാര് നമ്മളെ കണ്ടു. ഓടിക്കോ, രക്ഷപ്പെട്ടു. നമ്മള് സംഭവം ഗോൾഡിന്റെ ആർമറും കാര്യങ്ങളൊന്നും ഇടാത്തോണ്ട് അവന്മാര് നമ്മളെ കണ്ടു, നമ്മളെ പിടിച്ചു. ഇനി അവിടെ നിന്നാ റിസ്ക് ആണ്. അതുപോലെ അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതിനുള്ള സാമ്പത്തികമായ ശേഷി നമുക്കിപ്പോൾ ഇല്ല. ഞാൻ ബാക്കിയുള്ള റിസോഴ്സും കാര്യങ്ങളൊന്നും കൊണ്ടിട്ടല്ല അതിൻ്റെ അകത്തോട്ട് പോയത്. സോ അതിൻ്റെ അകത്ത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ്. സോ അത് നമുക്ക് പിന്നീടത്തേക്ക് മാറ്റി വെക്കാം. സോ ഫൈനലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഇന്നത്തെ ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെതർ പോർട്ടൽ കെട്ടണമായിരുന്നു, അതുപോലെ നമ്മുടെ നെതറിൽ ജസ്റ്റ് ഒന്ന് പോകണമായിരുന്നു. ബട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്തായാലും നെതർ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ നമുക്ക് പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് തന്നെ ഫോർട്രസിൽ പോയിട്ട് ആ ഒരു ബ്ലേസ് റോഡും മറ്റുമൊക്കെ നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികളും കൂടി നോക്കണം. സോ അപ്പൊ ഗൈസ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ ഹെൽമെറ്റ് നൈസായിട്ട് അവന്മാര് എന്നെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. അവിടുന്ന് നല്ല അടി കിട്ടി. ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടുമായിരുന്നു, അമ്മാതിരി അടിയാണ്. കാരണം ഒരുപാട് ബ്രൂട്ടും പിഗ്ലിങ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ സ്കെൽട്ടൻസും. ചറപ്പറ അടിയായിരുന്നു. ഞാൻ ഈ ഷീൽഡിലോട്ട് മാത്രം ജീവിച്ചിരുന്ന കേട്ടാ. സോ അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കാണാനൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക. ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനല്ല. സോ പ്ലീസ് ഒരു ലൈക്ക് കൊടുക്കുക. ഓൾസോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കാത്തിരിക്കുക ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. സോ മറ്റേ സമയത്ത് കിടക്കാച്ച എപ്പിസോഡായിട്ട് വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ സോൺ. ബൈ.